MDMA-യുമായി പാലക്കാട് സ്വദേശി കൊച്ചിയിൽ പിടിയിലായി. കട തുടങ്ങിയതിന്റെ കടം വീട്ടാനാണ് ലഹരി കച്ചവടം ആരംഭിച്ചതെന്നാണ് അറസ്റ്റിലായ പ്രതി മുഹമ്മദ് ഷബീബിന്റെ വാദം. കൊച്ചിയിൽ സ്വന്തമായ ഒരു കഫേ തുടങ്ങാനാണ് ലഹരി ഇടപാട് നടത്തിയതെന്നും പ്രതി പറയുകയാണ്. എസ് രാഗിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. രാഗിൻ, ഈ പിടിയിലായ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയാണ് ഈ പോലീസിന് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ലക്ഷ്യമെന്തായിരുന്നു? 2 വർഷമായി ഇയാൾ കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ ആദ്യം ഒരു കട നടത്തിയിരുന്നു. ആ കടയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിൽ കടം വന്നു. ആ കടം വീട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലഹരി ഇടപാടിലേക്ക് കടന്നത് എന്നതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ചില കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇയാൾക്ക് കോഫി ഷോപ്പ് സ്വന്തമായി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ലഹരി ഇടപാടുകളിലേക്ക് തിരിഞ്ഞത് എന്നതാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. MDMA ഉൾപ്പെടെ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം പോലീസുമായി ബന്ധപ്പെട്ട് നടത്തും. ബംഗളൂരുവിൽ നിന്നാണ് ഇയാൾ ലഹരി എത്തിക്കുന്നത് എന്നതാണ് ബോധ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ യുവാക്കൾക്കുമിടയിലാണ് ഇയാൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നത്. ഇയാളുടെ ഗൂഗിൾ പേ പോലീസ് ട്രാൻസാക്ഷൻ നോക്കിയിട്ടുണ്ട്. അതിൽ ഈ ലഹരി ഇടപാടിനെ സൂചിപ്പിക്കുന്ന ഒട്ടനവധി ട്രാൻസാക്ഷൻ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മുളവുകാട് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇയാളെ പിടികൂടിയ ഘട്ടത്തിൽ ഇയാളുടെ മൊബൈലിലേക്ക് നിരവധി പേർ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ ലഹരി ആവശ്യപ്പെട്ടുകൊണ്ടാണ്, MDMA ആവശ്യപ്പെട്ടുകൊണ്ടാണ് പലരും വിളിച്ചത്. അതുൾപ്പെടെ പോലീസ് ഇതിന്റെ തെളിവായി തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാൾ പാലക്കാട് സ്വദേശിയാണ്. ഇവിടെ എത്തി ഈ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. ഇയാൾ കലൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് വിശദമായൊരു അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഇയാൾക്ക് ലഹരി കൈമാറിയവർ, അതോടൊപ്പം തന്നെ ഇയാളുടെ ഇടപാടുകാർ, ഇയാളിൽ നിന്ന് ലഹരി വാങ്ങിയവർ, ഇവരുൾപ്പെടെയുള്ളവർ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തുന്നു. അതിനൊരു പട്ടിക കിട്ടിയിട്ടുണ്ട്. കാരണം ഗൂഗിൾ പേ വഴിയായിരുന്നു ഇക്കാര്യങ്ങൾക്കൊക്കെ പണം ഇയാൾ വാങ്ങിയിരുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് പലരും പണം ഇട്ടുകൊടുക്കുകയായിരുന്നു. കൂടാതെ ഇയാളെ ബന്ധപ്പെട്ട് വിളിച്ചവർ, അതായത് ഈ ലഹരി ചോദിച്ച് വിളിച്ചവർ, അവരുടെ പട്ടികയും പോലീസിന്റെ പക്കൽ ഉണ്ട്.